പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അതേ കുറേ അധികം യൂട്യൂബർക്ക് ഒരു മെയിൽ ചെന്നായിരുന്നു അവരുടെ പല ചാനലുകളിലായിട്ട്. അപ്പോൾ ആ മെയിലിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ യൂട്യൂബിൻ്റെ പോളിസി അതായത് റീയൂസ്ഡ് കണ്ടന്റ് പോളിസി, അങ്ങനെയുള്ള പോളിസിയെ പറ്റിയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ആളുകൾക്ക്, യൂട്യൂബറായിട്ടുള്ള ഒരുവിധം ആളുകൾക്കെല്ലാം തന്നെ ഈ യൂട്യൂബ് പോളിസിയെ പറ്റി ശരിയായിട്ടുള്ള ധാരണയില്ല. അത് കാരണം എന്താണ്, പല പല തരത്തിലുള്ള, അതായത് ഈ 1000 സബ് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തികച്ചു കഴിഞ്ഞിട്ട് ആദ്യമേ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 1000 സബും തികച്ച് ഈ 4000 വാച്ച് അവറും തികച്ച് അതിനുശേഷം 4000 വാച്ച് അവർ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന ഈ ബ്ലൂ ലൈൻ കംപ്ലീറ്റ് ആവണം. അതാണ് 4000 വാച്ച് അവർ എന്ന് പറയുന്നത്. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ താഴെയായിട്ട് കാണുന്ന ഈ 10 മില്യൺ, അത് ഷോർട്ടിലാണ് കേട്ടോ. ഷോർട്ടിൽ 10 മില്യൺ വ്യൂസ് തികയ്ക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ താഴത്തെ ഇതും കംപ്ലീറ്റ്, ആ ബ്ലൂ ലൈൻ കംപ്ലീറ്റ് ആവും. ഈ 2 ബ്ലൂ ലൈനിൽ ഏതെങ്കിലും ഒരു ബ്ലൂ ലൈനും കംപ്ലീറ്റ് ആവണം. അതുപോലെ തന്നെ 1000 സബും കംപ്ലീറ്റ് ആയാലാണ് നമ്മൾ ചാനൽ മോണിറ്റൈസേഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ റീയൂസ്ഡ് കണ്ടന്റ്, അതായത് നമ്മൾ പല ആളുകളും പല തരത്തിലുള്ള റീയൂസ്ഡ് കണ്ടന്റ് ചെയ്യാറുണ്ട്. അതായത് പലതരത്തിൽ, അതായത് ഞാൻ പറഞ്ഞുതരാം. റീയൂസ്ഡ് കണ്ടന്റ് അത് യൂട്യൂബ് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റീയൂസ്ഡ് കണ്ടന്റ് അവർ ചെക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണ് യൂട്യൂബ് ചെക്ക് ചെയ്യുന്നത് അത് നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് യൂട്യൂബിന്റെ പോളിസിയിൽ ഉള്ള ഇതാണ്. യൂട്യൂബിന്റെ പോളിസിയിൽ പ്രത്യേകമായിട്ട് പറയുന്നതാണ് റീയൂസ്ഡ് കണ്ടന്റ് അത് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ മെയിൽ പോയിട്ടുള്ളത് പലർക്കും കിട്ടിയിട്ടുള്ള മെയിൽ അതങ്ങനെയാണ്. അപ്പൊ അത് വിശദമായിട്ട് ഞാനൊന്ന് പറയുകയാണ്. റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്നത് ആദ്യമേ ചെക്ക് ചെയ്യുന്നത്, യൂട്യൂബ് പ്രത്യേകമായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, വീഡിയോ, നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോ അത് നമ്മുടെ സ്വന്തം വീഡിയോ ആണോ അതോ മറ്റുള്ളവരുടെ ആരുടെയും വീഡിയോ എടുത്ത് നമ്മൾ ഇട്ടേക്കുന്നതാണോ, അതല്ലാതെ നമ്മൾ ചിലപ്പം മറ്റു പലരുടെ വീഡിയോസ് നമ്മൾ എഡിറ്റ് ചെയ്ത് അത് എന്തെങ്കിലും തരത്തിൽ ഇട്ടിരിക്കുന്നതാണോ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ വീഡിയോയിൽ അവർ ചെക്ക് ചെയ്യും. അതാണ് പ്രത്യേകമായിട്ട് വീഡിയോ. ഒന്നാമത്തേത് അത് വീഡിയോ ചെക്ക് ചെയ്യും. പിന്നെ നമ്മുടെ ഈ ചാനൽ ഡിസ്ക്രിപ്ഷൻ അത് പ്രത്യേകം ചെക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം റീയൂസ്ഡ് കണ്ടന്റിൽ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഈ മൂന്നാമത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ടൈറ്റിൽ നമ്മൾ ഒരു വീഡിയോയ്ക്ക് കൊടുത്തു. ആ ടൈറ്റിൽ തന്നെ നമ്മൾ വീണ്ടും പല ഇതിലായിട്ട് ആവർത്തിച്ച് നമ്മൾ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് റീയൂസ്ഡ് കണ്ടന്റ് ആണ്. ഓക്കെ, ഇപ്പൊ 2-3 ആവർത്തിയായിട്ട് നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് തുടങ്ങേണ്ടത്, അങ്ങനെ ഞാനൊരു 3 വീഡിയോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് റീയൂസ്ഡ് കണ്ടന്റിൽ തന്നെ വരും. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടൈറ്റിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ടൈറ്റിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ടൈറ്റിൽ അതേ രീതിയിൽ വീണ്ടും വരാൻ പാടില്ല. അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണം ടൈറ്റിൽ കൊടുക്കുമ്പോൾ. ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ 3 പ്രാവശ്യം നിങ്ങൾക്ക് ഇങ്ങനെ, അഥവാ നിങ്ങളുടെ അത്രയും ഒരുപാട് വീഡിയോ ഉണ്ട്, അപ്പോൾ അതിനകത്ത് 3 ടൈറ്റിൽ എവിടെയെങ്കിലുമൊക്കെ ആവർത്തിച്ച് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റിൽ അത് റിജക്റ്റ് ചെയ്യും. നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷന് വേണ്ടി കൊടുക്കത്തില്ലേ, അപ്പോൾ ആ സമയം നിങ്ങളെ അത് റിജക്റ്റ് ചെയ്യും. അത് റിജക്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ ചാനലുകാരും പ്രത്യേകമായിട്ട് അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് അറിയാൻ വയ്യാത്തവർ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചതിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ പിന്നെ അടുത്തത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ. അതായത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ, അതായത് ചിലപ്പം നമ്മളൊക്കെ ഈ ടാഗ് കൊടുക്കത്തില്ലേ, ടാഗ് കൊടുത്തതിന് ശേഷം ആ ടാഗ് തന്നെ എടുത്ത് ചിലരൊക്കെ എന്ത് ചെയ്യും, അത് പേസ്റ്റ് ചെയ്ത് അത് ഇതിലോട്ടങ്ങ് ചെയ്യാറുണ്ട് സാധാരണ. അത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാതെ വേറൊരു രീതിയിൽ വേണം അത് കൊടുക്കാനായിട്ട്. ഞാനത് രണ്ടും കൂടെ കാണിക്കുന്നുണ്ട്. ഇതേ രീതിയിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ വേണേൽ നമ്മളത് ഇങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് കൊടുക്കാം. അല്ലാതെ നമ്മൾ ഈ ടാഗ് കൊടുക്കുന്ന മാതിരി കോമയൊക്കെ ഇട്ട് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. എങ്ങനെയുള്ളതാണ് അത്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതും റീയൂസ്ഡ് കണ്ടന്റിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല. അതൊക്കെയാണ് പ്രത്യേകം പറയുന്നത്. അതൊക്കെ ചെക്ക് ചെയ്യും യൂട്യൂബ്, അത് പ്രത്യേകം ചെക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അടുത്തത് ചാനലിന്റെ എബൌട്ട് സെഷൻ. ഇത് നേരത്തെ ഇല്ലാതിരുന്ന ഒരു ഇതാണ്. ഇത് ചാനലിന്റെ എബൌട്ട് സെഷൻ അതിപ്പം വന്നതാണ്. അപ്പോൾ ഇത് പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ചാനലിന്റെ എബൌട്ട് സെഷനും ഇനി ഇതുകൊണ്ടൊക്കെ ചെക്ക് ചെയ്യും. അത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ചാനലിൽ ഏത് തരത്തിലുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത്, അത് എന്തൊക്കെയാണ്, നമ്മുടെ ചാനലിനെ പറ്റിയുള്ള ഒരു വിവരണം നമ്മൾ കൊടുത്തിരിക്കണം തീർച്ചയായിട്ടും.
ഇപ്പോൾ ഒന്ന് ചുരുക്കത്തിൽ പറയാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ എബൌട്ട് സെഷനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന രീതിയിലുള്ള വീഡിയോസ് ഒക്കെയാണ് ഞാൻ ചെയ്യുന്നത്. AI ചെക്ക് ചെയ്യുന്നുണ്ട്, അതിൽ പ്രത്യേകമായിട്ട് പറയും. പിന്നെ എന്നാലും ഒരാൾ പ്രത്യേകമായിട്ടിരുന്ന് ആരെങ്കിലും മാനുവലായിട്ട് പ്രത്യേകമായിട്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ ചെക്ക് ചെയ്യും. ചാനലൊക്കെ മോണിറ്റൈസേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രത്യേകമായിട്ട് ഒരാൾ പ്രത്യേകമായിട്ടിരുന്ന് ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യും. AI ചെക്കിങ് അല്ലാതെ ഇപ്പൊ ഇങ്ങനെയുള്ള ചെക്കിങ്ങും ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം ഈ എബൌട്ട് സെഷനിൽ ഒന്നും എഴുതാതെയൊക്കെ ഇട്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചെക്ക് ചെയ്യുന്ന ആൾക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാവും ഇന്ന തരത്തിലുള്ള വീഡിയോസ് ആണ് ഈ ചാനലിൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇത് വെച്ചിട്ട് അവർ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് കാര്യങ്ങൾ. അതിനുവേണ്ടിയാണ് നമ്മൾ ചാനലിൽ എബൌട്ട് സെഷൻ എഴുതാനായിട്ട് പ്രത്യേകമായിട്ടും പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രത്യേകമായിട്ടും ഈ അബദ്ധത്തിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇനി അല്ലെന്നുണ്ടെങ്കിൽ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ചാനൽ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിജക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഇപ്പോഴേ ഒരു പ്ലാനിങ് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ആ പ്ലാനിങ്ങിൽ ഈ കാര്യങ്ങളെല്ലാം, ഈ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ ഇത് പ്രത്യേകമായിട്ട് പാലിച്ചു വേണം മുന്നോട്ട് പോകാൻ. ഇതാണ് പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് നമ്മൾ ഇതുകൊണ്ടൊക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ചാനൽ മോണിറ്റൈസേഷന് കൊടുക്കുന്ന സമയത്ത് റിജക്റ്റ് ഇതുകൊണ്ടൊക്കെ റീയൂസ്ഡ് കണ്ടന്റ് ഇതിൽ റിജക്റ്റ് ചെയ്ത് ഇങ്ങ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആവാറുണ്ട്. ഒരുപാട് റീയൂസ്ഡ് കണ്ടന്റിലാണ് റിജക്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകം യൂട്യൂബ് ഇങ്ങനെ ഒരു ഇമെയിൽ എല്ലാവർക്കും, പല ചാനലുകാർക്കും ഇത് ഉണക്ക് അയച്ചിട്ടുണ്ട്. പലർക്കും കിട്ടിയും കാണും, നിങ്ങളിൽ പലർക്കും കിട്ടിക്കാണും. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പം നമുക്ക് ഉണ്ടാവാതിരിക്കും. നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട്, നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്കൊക്കെ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ മുന്നേ ഒന്ന് കരുതി പോയി കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയാനുള്ളതൊക്കെ ഈ ഒരു മെയിൽ കാരണമാണ്. മെയിൽ വന്ന കാരണം, നമുക്ക് പലർക്കും മെയിൽ വന്ന കാരണം ഞാൻ ഇതോടൊക്കെ ഒരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ആവശ്യം തോന്നിയാൽ ഇത് ഉപയോഗിക്കാം, പക്ഷേ വാട്സപ്പ് ചാറ്റ് മാത്രം.